അസ്സലാമലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സഫ നമ്പർ 226 ജഹാനെ അദബിലെ 226 പേജിലെ കൈഫി അസമിലെ നസം ഔരത്ത് എന്നുള്ള പാഠമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കൊടുക്കുക. ഔരത്ത് ഔരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ അല്ലെ? നമ്മൾ നോക്കൂ, അറബിയിലെ ഔരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മറക്കണ സ്ഥലം, അതല്ലേ പറയാ ഔരത്ത്. അതാണ് ഉറുദുവിൽ എന്താണ് ഔരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ എന്നാണ് അതിന്റെ അർത്ഥം. ഹിന്ദിയിലും ഔരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ എന്നാണ്. അപ്പൊ കൽബെ മാഹൂൽ മെ ലർസാൻ ഷററെ ജംഗ് ഹേ ആജ്. എന്താണ്? കൽബ് എന്താണ്? ഹൃദയത്തില്. മാഹൂൽ എന്ന് പറഞ്ഞാലോ മാഹൂൽ എന്ന് പറഞ്ഞാല് അന്തരീക്ഷം. മാഹൂൽ എന്ന് പറഞ്ഞാല് അന്തരീക്ഷം. മാഹൂൽ അച്ചാനഹി പറയാറില്ലേ? അന്തരീക്ഷം ശരിയല്ല, ക്ലൈമാറ്റ് ശരിയല്ല, അത് മൊത്തത്തിലുള്ള അന്തരീക്ഷം തല്ല ശരിയല്ല. ഓക്കെ, കൽബെ മാഹൂൽ എന്ന് പറഞ്ഞാല് അന്തരീക്ഷത്തിന്റെ ഹൃദയത്തില്. കൽബ് ഹൃദയം. ആരുടെ ഹൃദയത്തില്? അതായത് അന്തരീക്ഷത്തിന്റെ ഹൃദയത്തിൽ എന്താണ്? ലർസോൻ. എന്താണ്? ഇങ്ങനെ ലർസിന എന്ന് പറഞ്ഞാൽ എന്താണ്? ലർസിന എന്ന് പറഞ്ഞാല് വിറക്കുക എന്ന് പറയാ. വിറക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ലർസിന എന്ന് പറയാ, ലർസിനിന്റെ അർത്ഥം. ലർസാൻ എന്ന് പറഞ്ഞാലോ വിറക്കുന്നതാണ്. ഇങ്ങനെ ഇത് പാറുകയാണ് പറഞ്ഞാലോ എന്താണ്? പാറുകയാണ്. എന്ത്? ഷറർ എന്ന് പറഞ്ഞാൽ ഷറർ എന്ന് പറഞ്ഞാല് ഖുറാനില്ലേ വാക്കില് ഷറർ എന്ന തീപ്പൊരി. എന്താ പറയാ? തീപ്പൊരി. ഷററെ ജംഗ് ഹേ. ജംഗ് പറഞ്ഞാലും യുദ്ധം. യുദ്ധത്തിന്റെ തീപ്പൊരിയാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോവാണ്. അപ്പൊ ഇത് വിപ്ലവത്തിന്റെ, നമ്മൾ പറഞ്ഞു തീയെ, ഷോല ശബനം അല്ലെ? അത് പറഞ്ഞാൽ എന്താണ്? ഷോല എന്ന് പറഞ്ഞാല് തീജ്വാല, ശബനം എന്ന് പറഞ്ഞാല് മഞ്ഞുതുള്ളി അല്ലെ? അപ്പോ കൽബെ മാഹൂൽമേ അന്തരീക്ഷത്തിന്റെ ഹൃദയത്തില് ഷററെ ജംഗ് യുദ്ധത്തിന് തീപ്പൊരി എന്താണ്? ലർസാൻ ഹേ. ഇതാണ് ആദ്യം വരേണ്ടത്. ഷററെ ജംഗ് ലർസാൻ ഹേ. ഇങ്ങനെ വേണ്ട കേട്ടോ. ഷററെ ജംഗ് ലർസാൻ ഹേ. എവിടെ? കൽബെ മാഹൂൽമേ അന്തരീക്ഷത്തിന്റെ ഹൃദയത്തില് ലർസാൻ അങ്ങനെ ആടി ഉലയുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പാറി നടക്കുകയാണ്. ആര്? തീപ്പൊരി. എന്തിന്റെ തീപ്പൊരി? ജംഗ്. യുദ്ധത്തിന്റെ തീപ്പൊരി ഇങ്ങനെ പാറി നടക്കുകയാണ് ആജ്, ഇന്ന്. അടുത്തതോ? അപ്പൊ അപ്പൊ നിങ്ങൾ പറയും എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തോ ഒരു വിപ്ലവം നടക്കാൻ പോവാണ്. എന്താണ്? അന്തരീക്ഷം എന്താണ്? മൊത്തത്തിൽ എന്താണ്? പാവപ്പാട് തീപ്പൊരി ഇങ്ങനെ പാറാന്ന് പറഞ്ഞാല് അന്തരീക്ഷത്തില്, ഈ സമൂഹത്തില് വലിയൊരു മാറ്റം. മാഹൂൽ എന്ന് പറയുന്നത് അന്തരീക്ഷം അല്ലെ? ഈ അന്തരീക്ഷം, ഈ മാഹൂല്, ഈ ഇന്ത്യയിലെ അന്തരീക്ഷം എന്താണ്? ലോകത്തിന്റെ അന്തരീക്ഷം ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, അവിടെ എന്താണ്? ഒരു വിപ്ലവം വരാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയാണ് എന്താണ്? ഈ യുദ്ധത്തിന്റെ തീപ്പൊരി ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ലർസാൻ ഹേ. മനസ്സിലായോ? അത് ഇന്നാണ് സംഭവിക്കണത്, എന്നല്ല ഇന്നലെ അല്ല, ഇന്നലെ, എപ്പോഴാണ്? ഇപ്പോ. അപ്പൊ ഇന്ന് അന്തരീക്ഷത്തിന്റെ ഹൃദയത്തില്, അതായത് അന്തരീക്ഷത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാല് നമ്മളുടെ എന്താണ്? മൊത്തത്തിൽ ചാലക ശക്തി ഉണ്ടാവൂലേ? അതെവിടെയാണ്? ഹൃദയത്തിലല്ലേ ഉണ്ടാവുക. അതായത് അന്തരീക്ഷത്തിന്റെ ഹൃദയം പറഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെ, ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, അന്തരീക്ഷത്തിന്റെ ഹൃദയത്തിൽ ഇന്ന് എന്തെങ്കിലും വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോസല എന്ന് പറഞ്ഞാൽ ഹൗസല എന്ന് പറഞ്ഞാല് സാമർത്ഥ്യം എന്നർത്ഥം. ഹൗസല അഫ്സായി എന്ന് പറഞ്ഞാല് പ്രോത്സാഹനം. മനസ്സിലായോ? ഞാൻ ഇപ്പൊ പറഞ്ഞ രാജു പറഞ്ഞുകൊണ്ട് ഹൗസല അഫ്സായി എന്ന് പറഞ്ഞാൽ എന്താണ്? അഫ്സല എന്ന് പറഞ്ഞാൽ ആവേശം, അല്ലെങ്കിൽ എന്താണ്? സാമർത്ഥ്യം ഒക്കെ ഇതിനർത്ഥം. സാമർത്ഥ്യം അല്ലെങ്കിൽ ആവേശം ഒക്കെ ഇതിനർത്ഥം ഹൗസല എന്ന് പറയാ. പിന്നെ ഇജ്ജ് പറഞ്ഞ മാതിരി എന്താണ്? പിന്നെ അഫ്സല അഫ്സായി എന്ന് പറഞ്ഞാലോ? അഫ്സല അഫ്സായിക്ക്, ഉസ്താദിനെ മേരി ഹൗസല അഫ്സായിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഉസ്താദ് എന്നെ പ്രോത്സാഹിപ്പിച്ചു, എന്നെ പ്രോത്സാഹിപ്പിക്കൽ അല്ലെ? അപ്പോ ഇതും അതിന്റെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഹൗസല എന്ന് പറഞ്ഞാല്, ഇവിടെ പിന്നെ ഒരു കുട്ടി ഇങ്ങനെ ഹോസല എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഹോസല തന്നെ തോന്നുന്നു കേട്ടോ. ഹോസല ഉച്ചാരണം. ഹോസലന്റെ അർത്ഥം ഇവിടെ എന്താണ് അറിയോ? ആഗ്രഹം. എന്താണ്? ആഗ്രഹം. അപ്പൊ മൂപ്പര് ഒരു തുടക്കം കുറിക്കുകയാണ്. എന്ത്? കൽബേ മഹൂലുമേ ലർസാൻ ഷറേ ജംഗ് ഹേ ആജ്. അന്തരീക്ഷത്തിന്റെ ഹൃദയത്തില് യുദ്ധത്തിന്റെ തീപ്പൊരി ആടി ഉലയുകയാണ് ആജ്, ഇന്ന്. എന്നിട്ടോ ഹോസലെ വക്ത് കെ ഓർ ജീസ്ത് അറിയോ? ജീസ്ത്
ജിന്ദഗി ആരാ പറഞ്ഞ? കാക്ക പറഞ്ഞുണ്ട്. അല്ല, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ജിസ്ത്. അതന്നെ ജീവിതാണ്. ഇപ്പഴോ? ഇപ്പഴല്ല, അന്ന് ആ പാഠം പഠിച്ച സമയത്ത്. അന്റെ കാക്ക മുതലാളാണോ അല്ലേ? അപ്പൊ ഹോസലെ വക്ത് കെ ഓർ ജീസ്ത് കെ, അതായത് കാലഘട്ടത്തിന്റെ ആഗ്രഹം, അതായത് കാലം ആവശ്യപ്പെടുന്ന എന്താണ്? ഈ സമൂഹത്തിലെ ഈ അന്തരീക്ഷത്തിൽ എന്ത് വേണം? ഒരു യുദ്ധത്തിന്റെ തീപ്പൊരി, വിപ്ലവത്തിന്റെ തീപ്പൊരി വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നോക്ക് ശ്രദ്ധിക്കും. ഹോസലെ വക്ത് കെ കാലഘട്ടത്തിന്റെ ആഗ്രഹം, ഓർ പിന്നെ ജീസ്ത് കെ ജീവിതത്തിന്റെയും ആഗ്രഹം. എന്താണ്? എക് രംഗ്. എക് രംഗ് എന്ന് പറഞ്ഞാൽ എക് രംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക് രംഗ് പറഞ്ഞാല് ഒന്നാണ്. എക് രംഗ് എന്ന് പറഞ്ഞാല് ഒന്നാണ്, ഒന്ന്. ഒരേ നിറമാണ് പറഞ്ഞാല് ഒന്നാണ്. മനസ്സിലായില്ലേ? നിറമല്ല കേട്ടോ ഇവിടെ അർത്ഥം. എക് രംഗ് പറഞ്ഞാൽ ഒന്ന്. എക് രംഗ് ഹെ ആജ്, ഇന്ന് നമ്മളെ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന എന്താണ്? ഈ സമൂഹത്തില്, ഈ അന്തരീക്ഷത്തില് ഒരു വിപ്ലവം വരണം തന്നെയാണ്. നമ്മളുടെ ജീവിതം നമ്മളോട് തേടുന്നത് എന്താണ്? ഈ അന്തരീക്ഷത്തിൽ എന്താണ്? ഒരു വിപ്ലവം വരുന്നത് തന്നെ. കാരണം ഇത് രണ്ടിന്റെയും ഹോസലെ വക്ത് കെ ഓർ ജീസ്ത് കെ എക് രംഗ് ഹെ ആജ്, ജീവിതത്തിന്റെയും കാലകാലത്തിന്റെയും ആഗ്രഹം എന്നെന്താണ്? ഒന്നാണ്. അതായത് ഇന്നൊരു വിപ്ലവം വന്നിട്ടേ ഇരിക്കുള്ളൂ. അപ്പോ അന്തരീക്ഷം മൂപ്പര് എന്ത് വിപ്ലവത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അന്തരീക്ഷം എന്ത് ചെയ്യാണ്? ഒരുക്കുകയാണ്. ഇനി അടുത്ത വരിയിൽ മൂപ്പര് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആബ് ഗീനോമേ എന്താണ്? ആബ് ഗീന. ആബ് ഗീന എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ് ഗീനോമേ അറിയോ? ആബ് ഗീനോമേ തപാൻ, തപാൻ വൽവലയെ സംഗ്, വൽവലയെ സംഗ് ഹേ. പറയൂ. ആബ് ഗീനോമേ തപാൻ വൽവലയെ സംഗ് ഹേ ആജ്. ആബ് ഗീന എന്ന് പറഞ്ഞാല് നമ്മള് മോതിരം ഉണ്ടാവൂലേ? മോതിരത്തിന്റെ ആ നടുവിലുള്ള തിളങ്ങണ എന്താണ് പറയാ? കല്ലുണ്ടാവൂലേ? അങ്ങനത്തെ കല്ലാണ് ആബ് ഗീന എന്ന് പറയാ കേട്ടോ. എങ്ങനെയാണ് ആബ് ഗീന എന്ന് പറയാൻ? എന്താണ്? അങ്ങനത്തെ കല്ലാണ് സാധാരണ പറയാ. അപ്പൊ ഗ്ലാസ് കൊണ്ട് ആബ് ഗീനോമേ ഗ്ലാസ്സിൽ, തപ്പാന എന്ന് പറഞ്ഞാല്, തപ്പാന എന്ന് പറഞ്ഞാൽ ചൂടാവുക, തപ്പാന എന്ന് പറഞ്ഞാലോ ചൂടാക്കുക. അപ്പൊ തപ്പാന പറഞ്ഞാൽ ചൂടാക്കിയ, അതായത് ഗ്ലാസുകളിൽ ചൂടാക്കിയ. വൽവല എന്ന് പറഞ്ഞാൽ എന്താണ്? വൽവല ആവേശം. വൽവല എന്ന് പറഞ്ഞാല് ആവേശം. വൽവല സംഗ് എന്ന് പറഞ്ഞാലോ കല്ല്. എന്താണ്? വൽവല എന്ന് പറഞ്ഞാല് ആവേശം. വൽവലയെ സംഗ് എന്ന് പറഞ്ഞാലോ പിന്നെ കല്ലിനെ പോലെ ഉള്ള ആവേശമാണ്. അതായത് ചില്ലുകളിൽ അല്ലെങ്കിൽ കണ്ണാടികളിൽ ചൂടാക്കിയ കല്ല് പോലത്തെ ആവേശമാണ്, കല്ലിന്റെ ആവേശമാണ് ഇന്ന് എന്ന് പറഞ്ഞാല് ഈ എന്തുകൊണ്ട് കണ്ണാടികൾ ചൂടാക്കുക? കണ്ണാടികൾ പറയാവുന്നതാണ്. കണ്ണാടിയിൽ ചൂടാക്കി വാർത്തെടുത്ത എന്തായിരിക്കുന്നതാണ്? കണ്ണാടിയിൽ ചൂടാക്കി വാർത്തെടുത്ത എന്തായിരിക്കുന്നതാണ്? നല്ല ബലം ഉണ്ടാവും എന്ന് പറയണേക്കണ് കേട്ടോ. അപ്പൊ അതിനെ ഇവിടെ പറയേണ്ടത് ആബ് ഗീനോമേ തപ്പാൻ. തപ്പാൻ പറഞ്ഞാൽ ചൂടാക്കിയ കല്ലുകൾ, എന്താണ് പിന്നെ കണ്ണാടികളിൽ ചൂടാക്കിയ കല്ലിന്റെ ആവേശമാണ് ഇന്ന്. അതായത് ഇന്ന് എന്തൊക്കെ ഉറപ്പിച്ചിട്ടാണ് സമൂഹത്തിൽ എന്തൊക്കെ ഒരു മാറ്റം നടക്കും, അല്ല ആര് വന്നാലും വേണ്ടില്ല അത് കാരണം എന്താണ്? കല്ലുപോലെ ഉറച്ചു നിന്നിട്ട് ഈ മാറ്റത്തിന് വേണ്ടിയിട്ട് ഉറച്ചു നിന്നിട്ട് പോരാടാൻ തയ്യാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? വിപ്ലവകാരികള്. മനസ്സിലായോ? അപ്പൊ നോക്കൂ. ആബ് ഗീനോമേ തപാൻ വൽവലയെ സംഗ് ഹേ ആജ്, കണ്ണാടികളിൽ ചൂടാക്കിയ കല്ലിന്റെ ആവേശമാണ് ഇന്ന്. പിന്നെ ഹുസ്നോ ഇഷ്ക്, നമുക്ക് ഇത് മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാല് സമൂഹത്തിൽ മാറ്റം വരൽ അത്യാവശ്യമാണ്. അത് നമ്മളുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, നമ്മളുടെ ജീവിതത്തിന്റെയും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ മാറ്റത്തിന് തുനിയുന്ന ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ്? അവരുടെ ആവേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അറിയോ? പിന്നെ കണ്ണാടികളിൽ അല്ലെങ്കിൽ ചില്ലുകളിൽ നിന്ന് ചൂടാക്കി വാർത്ത കല്ലിന്റെ ആവേശമാണ് ഇന്ന് അവർക്കുള്ളത്. മനസ്സിലായില്ലേ?
हुस्न, हुस्न और इश्क, हुस्नो इश्क, हुस्नो इश्क, हम आवाज, हम आवाज, आवाजो, हम आंग, हम हांग, हम ആംഗ് ഹേ ഹജ് അല്ലെ. ഇത് ഏത് നസമാണ് തസിനെ? പാപ്പന്റെ നസം അല്ലെ. ഒക്കെ നോക്കിക്ക. അപ്പൊ നോക്കൂ, ഹുസ്നോ ഇഷ്ക്, ഹുസ്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗന്ദര്യം അല്ലെ. സൗന്ദര്യം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഔരത്ത് അല്ലെ. ഇഷ്ക് എന്ന് പറഞ്ഞാലോ പ്രണയം, പ്രണയം ആരുമായി ബന്ധപ്പെട്ടതാണ്? മർദ് അല്ലെ. അപ്പോ ഉസ്നോ ഇഷ്ക് അതായത് സ്ത്രീ, സൗന്ദര്യവും പ്രണയവും. അപ്പൊ ഈ ഇതിലെന്താണ് ഒരു കഥ ഉണ്ട്, പിന്നെ എന്താണ്, ഏതാണ് കഥന്റെ പേര്? സബ്രസ്. സബ്രസ് എന്നുള്ള കഥയില് ഹുസ്നോ ഇഷ്ക്, ഹുസ്ന എന്താണ്? അതിൽ നടിയാണ്. പിന്നെ ഇഷ്ക് ആരാണ്? നടനുമാണ്. മനസ്സിലായോ? അപ്പൊ ഹുസ്ന് സാധാരണ ഉറുദു കവിതയിൽ ഹുസ്നിന്റെ കൊണ്ട് ഇതാക്കുന്നത്, അതുകൊണ്ട് ഇസ്തിയാറ എന്തിനാണ്? മെറ്റഫർ എന്തിനു വേണ്ടിയിട്ടാണ്? ഔരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇഷ്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മർദിന് വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഉസ്നോ ഇഷ്ക് എന്ന് പറഞ്ഞാലോ സൗന്ദര്യവും പ്രണയവും. ഹം ആവാസ് ഒരേ ശബ്ദമാണ്, എന്താണ്? ഒരേ സ്വരമാണ്, അതായത് ഒന്നാണ്. അം പറഞ്ഞാണ് ഒരേപോലെ അല്ലെ. ഹം ആവാസ് നമ്മൾ പഠിച്ചില്ലേ? അം ഹാങ്ക് പറഞ്ഞില്ലേ? എവിടെ പഠിച്ചിട്ടില്ലേ? അപ്പോ അഹങ്കാരം സ്വരം അല്ലെ. ആവാസ് പറഞ്ഞാലോ ശബ്ദം. പിന്നെ ഹം ആവാസോ അം ആംഗ് ഹെ ആജ്, ഇന്ന് ഒരേ സ്വരമാണ്. എന്താണ്? പിന്നെ പുരുഷനും സ്ത്രീക്കും, അതായത് സൗന്ദര്യത്തിനും പ്രണയത്തിനും ഇന്ന് ഒരേ സ്വരമാണ്, ഒരേ ശബ്ദമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ അവര് ആരാണ്? പ്രണയവും സ്ത്രീയും പുരുഷനും എന്താണ്? ഇന്ന് ഒന്നാണ്. അവർ തമ്മിൽ എന്തില്ല? വ്യത്യാസമില്ല. അപ്പൊ എന്താണ് മൂപ്പര് പറയണ എന്താണ്? വിപ്ലവം നടക്കാൻ പോണ എന്താണ്? സ്ത്രീയും പുരുഷനും എന്താണ്? സമൂഹത്തില് ഒരു വ്യക്തി എന്ന നിലയില് അവരെന്താണ്? ഒരേ സ്ഥാനക്കാരാണ്. അവർക്ക് ഒരാൾക്ക് മറ്റൊരാൾക്ക് കൂടുതൽ എന്തില്ല? കഴിവോ അല്ലെങ്കിൽ അധികാരോ കൂടുതലില്ല. എല്ലാവർക്കും ദൈവം നിന്ന് കൊടുത്തിരിക്കുന്ന എന്താണ്? ഒരേ കഴിവാണ്. അതുമാതിരി തന്നെ എല്ലാവർക്കും ജീവിക്കാനുള്ള കഴിവുകളും അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാല്, ഇവിടെ എന്താണ്? പുരുഷനും സ്ത്രീയും എന്താണെന്ന് കച്ച കെട്ടി ഇറങ്ങിക്കാണ്. രണ്ടുപേരുടെ ശബ്ദത്തിന് എന്താണ്? ശബ്ദം എന്താണ്? യാതൊരു വ്യത്യാസവും ഇല്ല, ഇത് ഒന്നാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ സമൂഹത്തില് സ്ത്രീയുടെയും പുരുഷന്റെയും സ്ഥാനം ഒന്നാണ് എന്നാണ് ഇതുകൊണ്ട് വിവേചിക്കുന്നത് കേട്ടോ. അതായത് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യണോ? ഈ വിപ്ലവത്തിന് തയ്യാറായിട്ട് ഇരിക്കണത്. ആര് മാത്രല്ല? സ്ത്രീ മാത്രല്ല, പിന്നെ ആരും? പുരുഷനും എന്താണ്? ഈ വിപ്ലവത്തിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒന്നുകൂടി നമ്മൾ വായിച്ചു തരാം. ഇവിടെ ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾക്ക് എന്താവില്ല. അപ്പൊ ഒരു വിപ്ലവത്തിന്റെ ഒരു മുന്നോടിയായിട്ടാണ് മൂപ്പര് ഈ കവിതകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 4 മിസ്ര, അതായത് 2 ഷെയർ. കൽബേ മാഹൂലുമേ, അന്തരീക്ഷത്തിന്റെ ഹൃദയത്തില് ലർസാൻ ഷറേ ജംഗ് ഹേ ആജ്, യുദ്ധത്തിന്റെ തീപ്പൊരി എന്ത് ചെയ്യാണ്? മിന്നിപ്പാറുകയാണെന്ന്, ആടിയുലയുകയാണ്. ഹൗസലെ വക്ത് കെ ഓർ ജീസ്ത് കെ യക് രംഗ് ഹേ ആജ്, സമയത്തിന്റെയും ജീവിതത്തിന്റെയും ആഗ്രഹം ഇന്ന് ഒന്നാണ്. അതുപോലെ തന്നെ ആബ്ഗീനോമേ തപാൻ വൽവലേ സംഗ് ഹേ ആജ്, ഈ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളുടെ ആവേശം കണ്ണാടികളിൽ വാർത്തെടുത്ത കല്ലിന്റെ ആവേശമാണ് അവർക്കുള്ളത്. പിന്നെ ഹുസ്നോ ഇഷ്ക് അം ആവാസോ അം ആംഗ് ഹേ ആജ്, സൗന്ദര്യവും പ്രണയവും ഇന്ന് ഒരേ ശബ്ദവും ഒരേ സ്വരവുമാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തത് അപ്പൊ പറയേണ്ടതാണ്, ഒരു മാറ്റം ഇവിടെ വരാനിരിക്കുകയാണ് അല്ലെ. ഒരു മാറ്റം. അപ്പൊ എന്താണ് മാറ്റം? ഇവിടെ എന്തില്ല പറഞ്ഞിട്ടില്ല. ആ മാറ്റം എന്ത് ചെയ്യണം? പിന്നെ ആ മാറ്റമാണ് ഈ വിപ്ലവമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇതെന്താണ്? ഇൻഖിലാബി ഷായരിയാണ്. ഇൻഖിലാബി വിപ്ലവ കവിതയാണ് അല്ലെ. എന്താണ്? ഇൻഖിലാബി ഷായരിയാണ് ഇത്. ഇൻഖിലാബി നസമാണ് ഇത്. ഔരത്ത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഇതൊന്ന് മനസ്സിലായി അല്ലെ. ഓക്കെ. ഇനി നോക്കൂ, ജിസ്മെ ജൽത്താഹും, നേരെ നോക്കിക്കോട്ടോ. ജിസ്മെ ജൽത്താഹും ഉസീ ആഗ് में जलना है तुझे, उसी आग में
जिसमें जलता हूं उसी आग में जलना है तुझे, उसी आग में जलना है तुझे. ഉഡ് മെരി ജാൻ മേരെ സാത്ത് ഹി ചൽനാ ഹെ തുജെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഉഡ് മെരി ജാൻ മേരെ സാത്ത് ഹി ചൽനാ ഹെ തുജെ. ഉഡ് 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 മെരി ജാൻ കണ്ടോ. അപ്പൊ ഇതിലെന്തുണ്ട്? ഒമേ ജാനാനുണ്ട്, ഒമേ ദൗറാനുണ്ട് അല്ലേ. ഉഡ് മെരി ജാൻ മേരെ സാത്ത് ഹി ചൽനാ ഹെ തുജെ. മേരെ തുജെ. ഓക്കെ, അപ്പോ ജിസ്മെ ജൽത്താ ഹൂം ഉസി ആഗ് മേ ജൽനാ ഹെ തുജെ. ഞാൻ ഏത് തീയിലാണ് കത്തുന്നത് അതേ തീയിൽ നിനക്കും എന്ത് ചെയ്യണം? ജൽനാ ഹെ, നീയും ഉസി ആഗ് മേ. ആഗ് എന്നാണ് ആഗ്, തീ ഇല്ലേ, ആതിഷ് ഇല്ലേ. ആഗ് എന്ന് പറഞ്ഞാല് തീ. അപ്പോ ജിസ്മെ ജൽത്താഹും, ജിസ്മെ ജൽത്താഹും ഏതിലാണോ ജൽത്താഹും. ഇവിടെ ഞാൻ പറയും ഞാൻ എന്നുള്ള മേ, ഇത് ഈ മേ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. പക്ഷെ ഞാൻ എന്നുള്ള വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഹൂം ഇവിടെ കൊടുത്തില്ലേ. ഹൂമിന്റെ അർത്ഥം എന്താണ്? ഇത് ഞാൻ എന്നാണ് അർത്ഥം അല്ലെ. ജിസ്മെ ജൽത്താഹും ഏതിലാണോ ഞാൻ കത്തുന്നത്, ഉസി ആഗ്മേ അതേ തീയിൽ ജൽനാഹെ തുജെ. കാമുകിയോട് മൂപ്പര് അഭിമുഖീകരിച്ച് പറയാണ്, കാമുകി ഞാൻ ഏത് തീയിലാണോ കത്തുന്നത്, ഞാൻ ഏത് വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അതായത് പുരുഷന് ഏത് വിഷമത്തിലാണോ ഏത് പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതേ പ്രയാസത്തിലൂടെ നിനക്കും എന്ത് ചെയ്യേണ്ടത്? കടന്നു പോകേണ്ടതുണ്ട്. അത് മൂപ്പര് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ജിസ്മ ജൽത്താഹും ഏതിലാണോ ഞാൻ കത്തുന്നത്, ഉസി ആഗ്മേ അതേ തീയില് ജൽനാഹെ എന്താണ് കത്തേണ്ടതുണ്ട്. തുജെ നിനക്ക് നീയും എന്ത് ചെയ്യണം? നീയും കത്തേണ്ടത്. ജൽനാഹെ എന്ന് പറഞ്ഞാൽ കത്തേണ്ടതുണ്ട്, വാണ്ടിട്ടു. മനസ്സിലായില്ലേ? ആനാഹെ എന്ന് പറഞ്ഞാൽ വരേണ്ടതുണ്ട് അല്ലെ. ജൽനാഹെ കത്തേണ്ടതുണ്ട്. തുജെ നിനക്കും അതേ തീയിൽ കത്തേണ്ടതുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് മൂപ്പര് പറയാണ്, ഉഡ് എണീക്ക്, മേരി ജാൻ എന്റെ കാമുകി, പ്രിയതമേ, മേരെ സാത്തി ചലനായ തുജെ എന്റെ ഒപ്പം തന്നെ നടക്കണം. എന്റെ മുമ്പിൽ നടക്കാൻ പറ്റില്ല, ഒപ്പം നടക്കണം. തുജെ നിനക്ക് എന്ത് ചെയ്യണം? എന്റെ ഒപ്പം നീ സാത്തി ചലന എന്റെ ഒപ്പം തന്നെ നീ എന്ത് ചെയ്യണം? നടക്കണം. എന്റെ മുമ്പിലും നീ നടക്കരുത്, എന്റെ ബാക്കിലും നീ നടക്കാൻ പാടില്ല, എന്റെ ഒപ്പം നീ എന്ത് ചെയ്യണം? നടക്കണം എന്ന് പറയണം. അതായത് പുരുഷനും എന്ത് ചെയ്യണം? സ്ത്രീയും സമൂഹത്തിന്റെ നിർമ്മിതിയില് അതുപോലെ തന്നെ സമൂഹത്തിന്റെ പുരോഗതിയില് പുരുഷൻ എന്തൊക്കെ ചെയ്യണോ ആ പ്രവൃത്തിക്ക് നീ എന്ത് ചെയ്യണം എന്നാ പറയണത്. അപ്പൊ മൂപ്പര് പറയാണ്, ജിസ്മെ ജൽത്താഹും ഞാൻ, മൂപ്പര് കാമുകിയുടെ രൂപത്തിലാണ് വരുന്നത്. എന്നൊരു കാമുകിയുടെ വിവരിച്ച് പറയാണ്, ജിസ്മെ ജൽത്താഹും ഞാൻ ഏതിലാണോ കത്തുന്നത്, ഏത് തീയിലാണോ കത്തുന്നത്, ഉസി ആഗ്മേ ആ തീയില് ജൽനാഹി തുജെ നിനക്കും എന്ത് ചെയ്യണം? കത്തേണ്ടതുണ്ട്, നീയും കത്തണം. ഉഡ് മരിജാൻ എന്റെ പ്രിയതമേ, മേരെ സാത്തി ചെല്ലാ തുജെ എന്റെ ഒപ്പം തന്നെ നിനക്ക് നടക്കണം. നീ എന്ത് ചെയ്യണം? നടക്കേണ്ടതുണ്ട്, നിനക്ക് നടക്കണം. നീ എന്ത് ചെയ്യണം? നടക്കേണ്ടതുണ്ട്. അതിന്റെ ബാക്കിൽ നടക്കരുത്, ഇതിന്റെ മുമ്പിൽ നടക്കണ്ട, അതിന്റെ ഒപ്പം. അതായത് പുരുഷനും സ്ത്രീ എന്ത് ചെയ്യണം? ഒരുമിച്ച് എന്ത് ചെയ്യണം? മുന്നേറണം എന്നാണ് ഇവിടെ പറയണത്. മനസ്സിലായോ? മുമ്പൊരു കാഴ്ചപ്പാടാണ്. സ്ത്രീ അതുവരെയുള്ള ഇതിലൊക്കെ എന്തായിരുന്നു, പിന്നെ കവിതകളിലൊക്കെ എന്തായിരുന്നു, സ്ത്രീനെ എന്തായിട്ടോ അവഗണിച്ചിരുന്ന ഒരു പ്രണയിക്കാനുള്ള ഒരു കാമുകി എന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് മറ്റുള്ള കവിതകളിലൊക്കെ എന്ത് ചെയ്യുന്നത് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് മാറി ആ പിന്നെ എന്ത് ചെയ്തു, കവിതകളിൽ മാറാൻ തുടങ്ങി. സ്ത്രീ എന്താണ്, പിന്നെ അത് ഒരു പ്രണയിക്കാൻ മാത്രമല്ല, അല്ലെങ്കിൽ കാമുകിയായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ സൗന്ദര്യത്തിന് നിറകുടമായിട്ടല്ല മാത്രമല്ല വർണ്ണിക്കാൻ പറ്റുന്നത്. മറിച്ച് എന്താണ്, അത് ആ സ്ത്രീ എന്താണ്, അതിന് സമൂഹത്തിൽ എന്തുണ്ട്, അതിനൊരു അസ്തിത്വമുണ്ട്. സ്ത്രീക്ക് എന്തുണ്ട്? ഒരു അസ്തിത്വമുണ്ട്. അപ്പോ പിന്നെ പുരുഷനോടൊപ്പം എന്ത് ചെയ്യുക, അവർക്കും എന്ത് ചെയ്യുക, മറ്റു ജോലികളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പുരോഗതിക്കായിട്ട് എന്ത് ചെയ്യുക, ഉന്നതിയിലെത്താൻ അവർക്കും എന്താവുന്നതാണ്, സാധിക്കുന്നതാണ്. സമൂഹത്തിന്റെ നിർമ്മിതിയിൽ പുരുഷൻ എന്ന പോലെ തന്നെ സ്ത്രീയും എന്തുണ്ട്, മഹത്തായി പങ്കുവഹിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പര് കാമുകിയോട് പറയാണ്, ഞാൻ ഏത് തീയിലാണോ, ഞാൻ ഏത് പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതേ പ്രയാസത്തിലൂടെ നിനക്കും കടന്നു പോകണം. പിന്നെ അതുമാർക്ക് നീക്ക്, പിന്നെ എന്റെ ഒപ്പം നീ എന്ത് ചെയ്യണം? നടക്കണം. നീ എന്റെ ഒപ്പം നടക്കണം എന്ന് പറയണത്. ഓക്കെ, അത് സ്ത്രീ പുരുഷ സമത്വം പറയാം. ഇന്നൊരു കാമുകിനെ ഉപദേശിക്കണം മൂപ്പര് ചെയ്യണം കേട്ടോ. ജിന്ദഗി ജഹദ് പറഞ്ഞതാണ്. തുസിനി നല്ല പഠിച്ചില്ലേ? ജദ്ദോ ജഹദ്, ജഹദ് മേഹേ, ജിന്ദഗി ജഹദ് മേഹേ. എന്തിലല്ല? സബർ കെ കാബൂ മേ നഹി, കാബൂ മേ
नहीं ഒന്നുകൂടി जिंदगी जहद में है सब्र के काबू में नहीं ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി ഉഡ് മേരി ജാൻ മേരെ സാത്ത് ഈ ചലനാ ഹെ തുജെ എന്നുള്ളത് ഈ നസ്മിലെ ആവർത്തിച്ചു വരുന്നതാണ് वो शेर या मिसरा जो नज्म में बार बार आते हैं उसको क्या कहते हैं क्या कहा जाता है मालूम എന്താണ് ആ ഷെയർ അത് ആവർത്തിച്ചു വരുന്നു അങ്ങനത്തെ ഷെയറുകൾക്ക് എന്താ പേര് പറയാ നസ്മില് ടൈപ്പ് എന്താ പറയാ ടൈപ്പ് ഈ നസമിന്റെ ടൈപ്പാണ് ഏത് ഉഡ് മെരി ജാൻ മേരെ സാത്ത് ഈ ചലന ഇത് ആവർത്തിച്ച് വരുന്നുണ്ട് ആവർത്തിച്ച് വരുന്ന ഈ ഈരടികൾക്ക് എന്ത് പറയുന്നതാണ് ടൈപ്പ് എന്നാണ് പറയാട്ടോ അപ്പൊ നസം ഔരത്തിലെ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം ഉഡ് മെരി ജാൻ മേരെ സാത്ത് ഈ ചലന തുജെ മനസ്സിലായോ ओके जिंदगी जहद में है सब्र के काबू में नहीं जिंदगी जहद में है सब्र के काबू में नहीं नब्जे 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 हस्ती का आरा वന്നത് ഇപ്പോ नब्जे हस्ती का लहू अरे शबाने ओके कांबते आंसू में नहीं നല്ല സമയത്ത് വന്നത് आंसू में नहीं नहीं ആണല്ലേ ഇവിടെ कांबते आंसू में नहीं जिंदगी जहद में है सब्र के काबू में नहीं नब्जे हस्ती का लहू कांबते आंसू में नहीं എന്താ ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം जिंदगी പിന്നെ കാമുകിന് പ്രിയതമ जिंदगी ജീവിതം എന്ന് പറയണില്ലേ അത് എന്തിലാണ് ജഹദ് മേ ഹേ പരിശ്രമത്തിലാണ് ജീവിതം എന്തിലാണ് പരിശ്രമത്തിലാണുള്ളത് അല്ലാതെ എന്തിലല്ല സബർക്ക് കാബുമനഹി ക്ഷമയുടെ പിടിയിലല്ല കാബു കർണ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക കാബു പറഞ്ഞാൽ നിയന്ത്രണം കേട്ടോ കാബു പറഞ്ഞാല് നിയന്ത്രണം കാബൂസെ ബാഹർ ഹോഗയ എന്ന് പറഞ്ഞാണ് പറഞ്ഞ ദസിനെ കാബൂസെ ബാഹർ നിയന്ത്രണം വിട്ടു മനസ്സിലായി കാബൂസെ എന്താണ് സബർക്ക് കാബൂസെ ക്ഷമയുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടിട്ട് എന്ത് ചെയ്തു ഓള് പറയാൻ തുടങ്ങിയിട്ട് അതുവരെ ഉണ്ടാവാതിരിക്കുക പൊട്ടിത്തെറിച്ചു അല്ലേ ഓക്കെ जिंदगी जहद में है सब्र के काबू में नहीं ജീവിതം എന്തിലാണ് ജഹദ് में है പരിശ്രമത്തിലാണ് അല്ലാതെ മോളെ എജ്ജുകരുതനമാരി ക്ഷമിച്ചിങ്ങനെ ലോകം അത് ക്ഷമിച്ചു ഇത് ക്ഷമിച്ചു ലോകം ക്ഷമിച്ചിങ്ങനെ എന്ത് ചെയ്തു ഇരുന്നതിൽ ക്ഷമയുടെ നിയന്ത്രണത്തിലല്ല മോളെ എന്തുള്ളത് ഈ ജീവിതം എന്നുള്ളതല്ലേ സത്യം അത് തന്നെയാണ് നമ്മൾ ക്ഷമയിലല്ല നമ്മൾ പിന്നെ ജീവിതം എന്തിലാണുള്ളത് ജഹദ് മേ ഹേ പോരാട്ടത്തിലാണ് നിങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടിലൊക്കെ നോക്കി കാണി എല്ലാവരും എന്താണ് നിരന്തര പരിശ്രമത്തിലാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിരന്തരം എന്ത് ചെയ്യാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊരു വ്യക്തിയും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരൊക്കെ എന്താണ് ജീവിതം ഇങ്ങനെ നിലനിൽക്കാനും അപ്പൊ എന്ത് ചെയ്യാണ് നിരന്തര പരിശ്രമം എന്ത് ചെയ്താണ് ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ പോലെ എന്ത് ചെയ്യാണ് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ അപ്പോ പറയണ എന്താണ് जिंदगी എതിരാണ് കവി പറയാണ് जिंदगी മോളെ ജഹദ് മേ ഹേ പരിശ്രമത്തിലാണ് അല്ലാതെ എന്തിലല്ല സബ്ർക്ക് കാബൂ മേ നഹി ഹേ അതായത് ക്ഷമയുടെ നിയന്ത്രണത്തിലല്ല ജീവിതം എന്ന് പറയുന്നത് എല്ലാം സഹിച്ച് ഇങ്ങനെ ജീവിക്കലല്ല ജീവിതം എന്ന് പറയുന്നത് മറിച്ച് എന്താണ് നമ്മൾ ക്ഷമയോടുകൂടെ നമ്മൾ ജീവിതത്തെ വേണം പരിശ്രമത്തോട് ജീവിതം എന്ത് ചെയ്യണം നമ്മളുടെ ലോകം നമ്മളായിട്ട് എന്ത് ചെയ്യണം കെട്ടിപ്പടുക്കണം തെസിനുടെ ലോകം ആരെ കെട്ടിപ്പടുക്കേണ്ടത് തെസിനെ തന്നെയാണ് ഷബാന്റെ ലോകം ആരെ കെട്ടിപ്പടുക്കേണ്ടത് ഷബാന തന്നെയാണ് അല്ല ഉളപ്പയാണോ ഉമ്മയാണോ അല്ല ആർക്കും അതിൽ റോളില്ല മനസ്സിലായി ഓളെ ഒരു ശ്രമം അതിന് കാരണമാവുകയുള്ളൂ ഓക്കെ നബ്സെ ഹസ്തി കലു അസ്ഥി എന്നാണ് ജീവിതം ജിന്ദഗി അല്ലെ അസ്ഥി എന്ന് പറഞ്ഞാല് ജീവിതം ജീവിതത്തിന്റെ നബ്സറ മിടിപ്പ് ജീവിതത്തിന്റെ അസ്ഥി പറഞ്ഞ പിന്നെ എന്ത് അർത്ഥമുണ്ട് അസ്ഥി എന്ന് പറഞ്ഞാല് അസ്തിത്വം എന്താ പറയാണ് അസ്തിത്വം പിന്നെ എന്ത് അർത്ഥമുണ്ട് വ്യക്തി എന്ന് അർത്ഥമുണ്ട് കേട്ടോ ഷഖ്സിനും എന്ത് ഉപയോഗിക്കുന്നതാണ് ഹസ്തി എന്ന് ഉപയോഗിക്കുന്നതാണ് അത് അപൂർവം ഉപയോഗിക്കുന്നുള്ളൂ നബ്സെ ഹസ്തീക എന്ന് പറഞ്ഞാലോ നബ്സ് പറഞ്ഞ നബ്സ് അറിയോ നബ്സ് പൾസ് എന്താ പറയാ പൾസ് എന്താ പൾസ് പറഞ്ഞാല് ഷബാന മിടിപ്പ് ഓക്കെ അപ്പോ നബ്സെ ഹസ്തീക ലഹു എന്ന് പറഞ്ഞാലോ ജീവിതത്തിന്റെ മിടിപ്പിന്റെ രക്തമില്ലേ ജീവിതത്തിന് മിടിക്കുന്ന രക്തല്ലേ മിടിക്കുന്ന നബ്സെ ഹസ്തീക ലഹു മിടിക്കുന്ന ജീവിതത്തിന്റെ മിടിപ്പിന്റെ രക്തം അതെന്തിലല്ല കാമ്പത്തെ എന്ന് പറഞ്ഞ കാമ്പിന എന്ന് പറഞ്ഞാണ് കാമ്പിന എന്ന് പറഞ്ഞാലും വിറക്കുക പിന്നെ ലറസിന എന്ന് പറഞ്ഞാൽ എന്താണ് വിറക്കുക കാമ്പത്തെ എന്ന് പറഞ്ഞാലോ വിറക്കുന്ന അസ്ത എന്ന് പറഞ്ഞാലോ ചിരിക്കുന്ന അസ്ത ബച്ച എന്ന് പറഞ്ഞാലോ
ചിരിക്കുന്ന കുട്ടി എന്നാണ് അർത്ഥം അല്ലെ. അതേമാതിരി കാമ്പത്തെ ആസൂമെ നഹി, മോളെ ജീവിതത്തിന്റെ മിടിപ്പ്, ജീവിതത്തിന്റെ മിടിപ്പിന്റെ രക്തം അല്ലെ, ജീവിതത്തിന് മിടിക്കുന്ന മിടിപ്പിന്റെ രക്തം, ജീവിതത്തിന്റെ മിടിപ്പിൽ, ജീവിതമാകുന്ന മിടിപ്പ് അല്ലെ, ജീവിതത്തിന്റെ മിടിപ്പിന്റെ രക്തം എന്തിലെല്ലാം, കാമ്പത്തെ ആസൂമെ നഹി, എന്താണ്, വിറക്കുന്ന കണ്ണുനീരിൽ, ആസു എന്താണ്, കണ്ണുനീരിലല്ല. അതായത് നമ്മൾ എന്ത് ചെയ്യുക, വിധിയോട് ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തില്ല, നമ്മുടെ ജീവിതത്തിനല്ല ഒരു അർത്ഥമില്ല. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് എന്താണ്, നബ്സെ അസ്തികലഹു, അസ്തിത്വം അല്ലെങ്കിൽ ജീവിതത്തിന്റെ മിടിപ്പിന്റെ ആ രക്തം, അത് എവിടെയാ നിനക്ക് കാണാൻ സാധിക്കുക? നീ ഒഴിക്കുന്ന കണുമ്പോൾ നീ ദുഃഖിച്ച് വിഷമിച്ച് വിധിയോ ഓർത്തിട്ട് വിഷമിച്ച് ക്ഷമിച്ച് കരഞ്ഞുന്ന ആ കണ്ണുനീരിലല്ല നിനക്ക് കാണാൻ സാധിക്കുക. ആ കണ്ണുനീർ കണക്ക് എന്താവൂല, കാണാൻ സാധിക്കില്ല. അത് നീ എന്ത് ചെയ്യണം, ആദ്യം മനസ്സിലാക്കണം. ജീവിതം ഏതിലൂടെയാണ്? പരിശ്രമത്തിലൂടെയാണ്. ഇതിൽ കവി എന്ത് ചെയ്യണത് പറയണത്. ഒന്നുകൂടി പറയാ, ഇത് നബ്സ് പറഞ്ഞ മിടിപ്പ്, അസ്ഥി പറഞ്ഞാലോ ജീവിതം. ജീവിതത്തിന്റെ മിടിപ്പിന്റെ രക്തം അത് എവിടെയല്ല, വിറക്കുന്ന കണ്ണുനീരുകളിൽ അല്ല. അത് നീ ആദ്യം നീന്നോ മനസ്സിലാക്കിക്കോ. ഇനി അടുത്തേക്ക് പോവല്ലേ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഉടനെ കുല്ലേമേ, ഉടിനെ എന്ന് പറഞ്ഞതാണ് ഉടിനെ. കുല്ലേമേ ഹേ നിക്കാഹത്ത്, നിക്കാഹത്ത് ജഹാൻ അല്ലെ, നമ്മളെ നിക്കാഹത്ത് പറഞ്ഞതാണ് ഹമേ ഗേസൂമെ നഹി, ഹമേ ഗേസൂമെ നഹി. जन्नत एक और है, जन्नत एक और है जो मर्द के पहलू में नहीं, जो मर्द के പഹലുമനഹി. ഉടിനെ കുല്ലെ മെഹേ നിക്കാഹത്ത്, എന്താ പറയണത്? നിക്കാഹത്ത് എന്ന് പറയുന്നതാണ് നറുമണം. നമ്മള് സുഗന്ധം ഉണ്ടാവൂലേ, നമ്മള് സെന്റൊക്കെ പൂസുന്ന നല്ല റോസാപ്പൂവിന്റെ മണത്തില്ല അതൊക്കെ ഉണ്ടാവൂലേ, അതിനൊക്കെ എന്താ പറയാ, നിക്കാഹത്ത്, നല്ല സുഗന്ധം അല്ലെ. ഉടിനെ എന്ന് പറഞ്ഞാണ് പറക്കുക. കുല്ല എന്ന് പറഞ്ഞാലോ കൂടിച്ചേരല്ലേ, ഇടകലരുക അല്ലെ. ക്ലാസ്മേ കുല്ല ചായ എന്ന് പറഞ്ഞാണ് ക്ലാസ്സിൽ എഴുതി ചേർന്ന് എന്നല്ല നമ്മൾ പറയാറ്. അപ്പൊ ഉടിന എന്ന് പറഞ്ഞാൽ പറക്കുക, കുല്ല എന്ന് പറഞ്ഞാൽ ഇഴുകിച്ചേരുക, തുറക്കുക എന്ന് പറഞ്ഞാല് ഫ്രാങ്ക് ആവുക എന്ന് പറഞ്ഞാല് പിന്നെ എന്താണ്, ഇഴുകിച്ചേരുക എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ഉടനെ കുല്ലേമെഹേ, അതായത് പറക്കുന്നതിലും അതുപോലെ തന്നെ കൂടിച്ചേരുന്നതിലുമാണ് എന്ത്, പിന്നെ ഫ്രാങ്ക് പറയും കുല്ല, കൂടിച്ചേരുന്നതിലുമാണ് എന്ത്, നിക്കഹത്ത്, എന്ത്, സുഗന്ധം. അല്ലാതെ എവിടെയല്ല. ഹം പറഞ്ഞാണ് ചുരുണ്ട. ഹമേ ഗേസൂമെ നഹി എന്ന് പറഞ്ഞ എന്താണ്, ഗേസു പറഞ്ഞാണ് ബാല്ലേ, മുടി അല്ലെ. ഓക്കെ, അപ്പൊ കവി പറയണ ആലങ്കാരികമായ ഒരു കാര്യം പറയാണ്, ഉടനെ കുല്ലേ മെഹേ നിക്കഹത്ത് ഹമേ ഗേസൂമെ നഹി ജന്നത്ത് ഏക് ഓർ ഹേ ജോ മർദ് കെ പഹലൂ മെ നഹി. ഉടനെ കുല്ലേമേ, അതായത് പറക്കുന്നതിലും അതുപോലെ തന്നെ പറക്കുന്നതിലും അതുപോലെ തന്നെ ഇഴുകിച്ചേരുന്നതിലുമാണ് എന്തുള്ളത്, സുഗന്ധമുള്ളത്. അല്ലാതെ ചുരുണ്ട മുടിയിൽ അല്ല. നമ്മൾ മുടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുടിക്ക് എന്താവില്ല, സുഗന്ധം ഉണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാവും, പിന്നെ അത് തുറന്നിട്ടുണ്ടെങ്കിൽ എന്താവുന്നതാണ്, അതിന് സുഗന്ധം ഉണ്ടാവും അല്ലെ. അങ്ങനെ ഉണ്ടാവുക എനിക്കറിയില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതാണ് കവിയോടെ പറയണത്. എന്ത്, പിന്നെ നമ്മള് സമൂഹത്തിൽ എന്ത് ചെയ്യും, ഇഴുകിച്ചേർന്ന് അതുപോലെ തന്നെ അവരുടെ ഭാഗമാകുമ്പോഴാണ് എന്തുണ്ടാവുക, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ വേറിട്ട് നമ്മൾ സമൂഹത്തിൽ നിന്ന് അകന്നു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് അസ്തിത്വം ഇല്ലാതായി തീരും. നമുക്ക് നല്ല സുഗന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളുടെ അസ്തിത്വം എന്താവുന്നതാണ്, നഷ്ടപ്പെടുന്നതാണ്. ഒന്നുകൂടി നോക്ക്, ഉടനെ കൊല്ലേ മെഹേ നിക്കഹത്ത് ഹമേ ഗേസൂമെ നഹി, പറക്കുന്നതിലും അതുപോലെ തന്നെ ഇഴുകിച്ചേരുന്നതിലുമാണ് എന്തുള്ളത്, നിക്കഹത്ത്, സുഗന്ധം. അല്ലാതെ ഏതിലല്ല, ഹമേ ഗേസൂമെ നഹി, ചുരുണ്ട മുടിയിലല്ല. ചുരുട്ടി വെച്ച മുടി ഉണ്ടാവൂലേ, ഹം എന്ന് പറഞ്ഞാൽ ചുരുങ്ങ, എന്താണ് ചുരുണ്ടത്. ഹം എന്ന് പറഞ്ഞാല് ടേഡ, മനസ്സിലായേ? പിന്നെ ഗേസു പറഞ്ഞാലോ മുടി. ഹമേ ഗേസു പറഞ്ഞാലോ ചുരുണ്ട മുടിയിലല്ല. പിന്നെ അടുത്ത പോയിന്റ് ആണ് മൂപ്പിൽ പറയണം, വളരെ പോയിന്റ് കേട്ടോ, നേരെ എല്ലാവരും ശ്രദ്ധിക്കണം. ജന്നത്ത് എക് ഓർ ഹേ, ജന്നത്ത് എക് ഓർ ഹേ ജോ
മർദ്ദക്കെ പഹ്ലൂമനഹി. ജന്നത്ത് വേറെയുമുണ്ട്, വേറൊന്നും കൂടി ഉണ്ട്, വേറെയുമുണ്ട്. സ്വർഗം വേറെയുമുണ്ട്. ഇങ്ങനത്തെ സ്വർഗമാണ് അറിയോ? ജോ മർദ്ദക്ക് പഹ്ലൂമനഹി, പുരുഷന്റെ ചാരത്തെ. പഹ്ലു പറഞ്ഞാൽ ചാരം, വശം അല്ലെ? പഹ്ലു പറഞ്ഞാൽ വശം എന്നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ചാര, സമീപട്ടോ, സമീപം, പാസ് നടത്തട്ടോ ഇവിടെ, പാസ്. ജോ എങ്ങനത്തെ സ്വർഗം എന്ന് അറിയോ? മർദ്ദക്ക് പഹ്ലൂമനഹി, നീ ഇത്രയും കാലം നീ കരുതിയെന്നാണ് സ്വർഗം എന്ന് പറയുന്നതാണ്. മർദ്ദ പുരുഷനോടൊപ്പം മാത്രമാണ് സ്വർഗം, എന്റെ ജീവിതം സ്വർഗമാണെന്ന് നീ എന്ത് ചെയ്താണ് കരുതുന്നത്? പക്ഷെ നീ മനസ്സിലാക്കണം, എന്ത്? ജന്നത്ത് ഏക് ഓർ ഹേ, വേറെയുമുണ്ട് ഒരു സ്വർഗം. ജോ എങ്ങനത്തെ സ്വർഗം എന്നറിയോ? മർദ്ദക്ക് പഹ്ലൂമനഹി, പുരുഷന്റെ ചാരത്തല്ല, പുരുഷന്റെ ചാരത്തല്ലാത്ത വേറെയും സ്വർഗം ഉണ്ട്. നീ ഇതന്നെ സ്വർഗം എന്ന് കരുതണ്ട, വേറെയും മോളെ എന്തുണ്ട്? സ്വർഗമുണ്ട്. മനസ്സിലായോ? ഓക്കെ. പിന്നെ എന്നിട്ട് മൂപ്പര് പറയാണ്, അപ്പൊ ഒന്ന് ജിന്ദഗി ജഹദ് മെഹി സബർ കാബൂ में नहीं नब्ज़ हस्ती का लहू काबते आंसू में नहीं उड़ने कुल्ले में ही निकात हमें गैसू में नहीं. പിന്നെ അത് മൂപ്പര് പറയണതാണ്, ജന്നത്ത് ഏക് ഓർ ഹേ. എങ്ങനത്തെ ജന്നത്താ? ജോ വിച്ച് മർദ്ദക്ക് പഹ്ലൂമനഹി, പുരുഷന്റെ, അതായത് ജീവിതം നീ കരുതണം എന്താണ്? സ്വർഗം അപ്പളേ ആവുള്ളൂ, പുരുഷൻ ഉണ്ടെങ്കിലേ ആവുള്ളൂ എന്ന് നീ കരുതണില്ലേ? അതല്ലാതെ വേറെ എന്തുണ്ട്? ഒരു സ്വർഗം ഉണ്ടെന്ന് നീ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നീ എല്ലാവരുമായിട്ട് എന്ത് ചെയ്യണം? ഇടപഴകി മാന്യതയോട് നീ എന്ത് ചെയ്യണം? ജീവിക്കണം. അതാണ് എന്തുള്ളത്? സുഗന്ധം. അതാണ് എന്തുള്ളത്? അതിലാണ് നിനക്ക് എന്തുള്ള അസ്തിത്വം ഉണ്ടാവുക എന്ന് കവി പറയുകയാണ്. ഓക്കെ. അടുത്തത് ഉസ്കി ആസാദ് എന്നാണ്. ഉസ്കി ആസാദ് ഒന്ന് വായിക്കും, നിങ്ങളൊപ്പം വായിക്കും. ഉസ്കി ആസാദ് റവിഷ് पर मुचल्ला है तुझे. उसकी आजाद रविश पर भी മുച്ചല്ല, മച്ചല്ല എന്നോട്ടോ, മച്ചല്ല കേട്ടോ, സോറി, മച്ചല്ല എന്ന് തോന്നുന്നു ഇവിടെ. മച്ചല്ല ഹെ തുജെ, മച്ചല്ല, കൺഫ്യൂഷൻ ആവാം. മുച്ചല്ല ഹെ തുജെ ഉഡ് മരി ജാൻ മേരെ സാ എന്താണ്? ഉഡ് മരി ആവശ്യമല്ലോ. ഇതെന്താണ് തസിനെ? ഈ ഷെയർ എന്താണ് ഇവിടെ? ടൈപ്പാണ്, അതായത് ആവർത്തിച്ചു വരുന്ന നസമില് ആവർത്തിച്ചു വരുന്നതിന് എന്ത് പറയുന്നതാണ്? അതിനെന്ത് പറയുന്നതാണ്? ടൈപ്പ് എന്ന് പറയുന്നതാണ്. ഉസ്കി ആസാദ്, ആസാദ് പറയുന്നതാണ് സ്വതന്ത്രമായ. റവിഷ് എന്ന് പറഞ്ഞാലോ? റവിഷ് എന്ന് പറഞ്ഞാല് റഫ്താർ, പോക്ക്. അതായത് അത് അവന്റെ സ്വതന്ത്ര സഞ്ചാരത്തിലും നീ എന്ത് ചെയ്യണം? തുള്ളിച്ചാടണം. അവനെ എവിടേക്ക് പോകുമ്പോ, അതായത് പുരുഷനെ എവിടേക്കൊക്കെ പോണോ അവിടേക്കൊക്കെ നീ എന്ത് ചെയ്യണം? പോകണം എന്ന് പറയണം മൂപ്പറിന്. അപ്പൊ ഉസ്കി ആസാദ് റവിഷ് പർ ബി മുച്ചല്ലാ ഹെ തുജെ, അവന്റെ സ്വതന്ത്രമായ ആ പോക്ക്, ആരെയും ഗൗനിക്കാതെ ആസാദ് റവിഷ് പർ ബി, അവന്റെ സ്വതന്ത്രമായ പോക്കിലും നീ എന്ത് ചെയ്യണം? മച്ചല്ല എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുക. എന്താണ്? തുള്ളിച്ചാടുക. മച്ചല്ല എന്ന് പറഞ്ഞാല് തുള്ളിച്ചാടുക എന്നാണ് അർത്ഥം. അപ്പൊ നോക്ക്, ഉസ്കി ആസാദ് റവിഷ് പർ ബി മച്ചല്ലാ ഹെ തുജെ, അവന്റെ എന്താണ്? സ്വതന്ത്രമായ ആ പോക്കിലും നീ എന്ത് ചെയ്യണം? അവനോടൊപ്പം തുള്ളിച്ചാടണം. അതായത് അവന് പോകുന്ന എവിടെ കണ്ടോ അവിടേക്ക് നീയും എന്ത് ചെയ്യുമ്പോ പോകണം, നീ മടിച്ചു നിൽക്കാൻ പാടില്ല. ഉഡ് എണീക്ക്, മെരിജാൻ എന്റെ പ്രിയതമേ, മേരെ സാത്ത് ഈ ചലനാൻ തുജെ, എന്റെ ഒപ്പം തന്നെ നിനക്ക് നീ നടക്കണം. നീ എന്ത് ചെയ്യണം? എന്റെ ഒപ്പം എന്ത് ചെയ്യണം? നടക്കണം. എന്റെ മുമ്പിൽ നടക്കരുത്, ബാക്കിൽ നടക്കരുത്. ഇത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ പെണ്ണുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ലൊരു ധാരണ ഉണ്ടാവും അല്ലെ കവിനോട്? തസിനെ ഇല്ലേ? ഇത് ഇങ്ങനെ പറയുമ്പോ എന്താണ്? പിന്നെ മൂപ്പര് ഭാര്യ പറയാണ്, മൂപ്പർക്ക് വില കൊടുപ്പില്ല ഒരു സംഗതിയോട് തരാം മൂപ്പര കയ്യില്, ഒരു പേന അല്ലാതെ. മനസ്സിലായില്ലേ? അപ്പൊ ഖദർ അബ് തക് തെരി താരീഖിനെ ജാനീഹി നഹി. ഖദർ ഇതുകൊണ്ട് വെച്ചാൽ നമുക്ക് നിർത്താം. ഈ 2 വരി കേട്ടോ, ഈ 3 വരി കേട്ടോ. ഓക്കെ, അടുത്ത ടൈപ്പ് വരാം. എന്താണ്? ഖദർ അബ് തക് ആരുടെ? തെരി താരീഖ് ബോർഡ് നോക്കണ്ടോ? താരീഖിനെ ജാനീഹി നഹി. ഖദർ എന്താണ്? ഖദർ ആർക്കറിയാം? ഖദറിന്റെ അർത്ഥം ലൈലത്തുൽ ഖദർ അല്ലേ? ഖദർ പറഞ്ഞാണ് മൂല്യം. എന്താണ്? മൂല്യം, അല്ലെങ്കിൽ എന്താണ്? വില. പിന്നെ ഖദർ അല്ലേ? ഖദർ അബ് തക് മൂല്യം, അബ് തക് നിന്റെ മൂല്യം, താരീഖ് ചരിത്രം, ജാനീഹി നഹി. നമ്മൾ ഇതുവരെയുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ, ലോകത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ചരിത്രം നോക്കുമ്പോ ഈ ചരിത്രങ്ങളൊന്നും ആരോട് നീതി പുലർത്തിയിട്ടില്ല. അത് ചരിത്രം ഫുള്ള് ആരുടെ ചരിത്രമാണ് പറയണത്? പുരുഷന്മാരുടെ ചരിത്രമാണ്. ആര് പറഞ്ഞത്? ഗാന്ധിജി പറഞ്ഞത്
അതുകൊണ്ട് നമ്മൾ ചരിത്രത്തെ തള്ളണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഇത്രേ. അപ്പൊ പിന്നെ പറയണ എന്താണ്, ചരിത്രം ആരുടെ, ലോകത്തിന്റെ ചരിത്രം ആരുടെ ചോദിച്ചാല് പുരുഷന്മാരുടെ ചരിത്രമാണ്. അപ്പൊ പറയാണ് ഖദർ, കവി പറയണ അല്ല, ഖദർ മൂല്യം, വില, അബുതക്ക് ഇന്ന് വരെ ആരുടെ? തേരി നിന്റെ, താരീഖ് നിന്റെ വില ഇതുവരെ ചരിത്രം വന്നിട്ടില്ല. ജാനിന, ജാനിന എന്ന് പറഞ്ഞതാണ്. ജാനിന പറയാ സജിനി പെട്ടെന്ന്. അറിയുക. ജാനി എന്ന് പറഞ്ഞാലോ അറിഞ്ഞു അല്ലെ, അതിന് മാസി. ജാനിഹി നഹി പറഞ്ഞാലോ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. നിന്റെ ചരിത്രം, നിന്റെ വില ഇത് ചരിത്രം ഇതുവരെ നിന്റെ വില എന്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ഒന്നെന്താണ്? താരീഖ്, താരീഖ്, അബ്തക്ക്, തെരി 3, ഖദർ അല്ലെ, ബാക്കി 5 അല്ലെ. അപ്പോ ചരിത്രം ഇന്ന് വരെ നിന്റെ മൂല്യം എന്ത് ചെയ്തിട്ടില്ല ഷബാന, അറിഞ്ഞിട്ടേ ഇല്ല. തുജുമേ ഷൂലെ ബി ഹേ, അന്റെ എന്തുണ്ട്? ഷോല. ഷൂല എന്ന് പറയുന്നത് പറഞ്ഞാണ് തുജുമേ, തുജുമേ ഷൂല എന്ന് പറയപ്പെട്ടെന്ന് പറയാം. എത്ര തവണ പറഞ്ഞു? തുജുമേ ജ്വാല. തുജുമേ ജ്വാല എന്തിന്റെ പ്രതീകാണ്? ഇൻഗിലാബ്. ഓക്കെ. ഷൂലെ മേ തുജുമേ ഷൂലെ ബി ഹേ, തുജുമേ ഷൂലെ ബി ഹേ. ബസ്, ബസ് ഇതില് ഹേയും ബസ്സൊക്കെ ഒന്നാണ് തോന്നുന്നത്. ബസ് അഷ്ക് പശാനി, ബസ് അഷ്ക് പശാനി ഹി നഹി. അഷ്ക്, അഷ്ക് പറഞ്ഞാണ് പഠിച്ചില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില്, പഠിച്ച മാതിരി തോന്നുന്നുണ്ട്. ഓക്കെ. നോക്കൂ, ചരിത്രം ഇതുവരെ നിന്റെ വില എന്തില്ല, അറിഞ്ഞിട്ടേ ഇല്ല. നിന്നിൽ എന്തുണ്ട്? തുജുമേ ഷോലേ ബി ഹേ, നിന്നിൽ എന്തുണ്ട്? ജോലയുമുണ്ട്. ബസ്, ബസ് പറഞ്ഞാണ് ബസ് ഒള്ളി. ബസ് പറഞ്ഞാല് ഒള്ളി എന്ന അർത്ഥമുണ്ട്. പിന്നെ എന്താ അർത്ഥമുണ്ട്? ജസ്റ്റ് എന്ന അർത്ഥമുണ്ട്. അങ്ങനെ പറയല്ലേ, ആപ്ക ക്യാ ഹുവാ? ബസ് മുझे പസന്ത് നഹീ, എനിക്ക് താല്പര്യമില്ല, ഇത്ര മാത്രം പറയില്ലേ. ബസ്, ബസ്, ബസ് ഒള്ളി, വെറും. സിറഫ് ട്ടോ, സിറഫിന്റെ അർത്ഥാണ്. തുജുമേ ഷൂലെ ബി ഹേ, നിന്നിൽ മോളെ നിന്നിൽ എന്തുണ്ട്? തീജോലയുമുണ്ട്. ബസ് ഒള്ളി. അഷ്ക് പശാനിഹി നഹി, കണ്ണുനീര് വാർക്കല് മാത്രല്ല എനിക്കറിയാ. അനിൽ എന്തുണ്ട്? വിധി ഓർത്തിട്ട് കരയുക മാത്രമല്ല, അനിൽ വിപ്ലവം, അതായത് സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനുള്ള ആ ഷോല, ആ തോക്കത്ത്, ആ ശക്തി, അത് നിന്നിൽ എന്തുണ്ട്? ഖുദാനെ വദിയത്ത് കീ ഹേ, ആൾക്ക് അള്ളാഹു താല എന്ത് ചെയ്യണം? നിന്നിൽ എന്ത് ചെയ്യും? തുജ്മേ ഖുദാനെ വദിയത്ത് കീ, നിന്നിൽ അള്ളാഹു താല എന്ത് ചെയ്യുന്നുണ്ട്? നൽകിയിട്ടുണ്ട്. അപ്പോ തുജ്മേ ഷോലെ ബി ഹേ ബസ് അഷ്ക് ഫഷാനി ഹി നഹി, നിന്നിൽ എന്തുമുണ്ട്? ഒരു തീജ്വാലയുമുണ്ട്. അതായത് സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനുള്ള ഒരു ശേഷി നിന്നിലുണ്ട്. ബസ് വെറും. അഷ്ക് അഷ്ക് പറഞ്ഞാൽ കണ്ണുനീര് അല്ലെ, ഫഷാനി പറഞ്ഞാലോ ഒഴുക്കുക. അഷ്ക് ഫഷാനി പറഞ്ഞാലോ കണ്ണുനീര് ഒഴുക്കല് മാത്രമല്ല നിനക്കറിയാ, മറിച്ച് നിനക്ക് എന്തും അറിയാ, നിനക്ക് നിന്നിൽ എന്തുണ്ട്? വിപ്ലവവും ഉണ്ട്. അല്ല, വിപ്ലവം അല്ല, എന്താണ്? തീജ്വാലയും ജ്വാലയും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഒന്ന് വായിക്കൂ. ഖദർ അബ് തക് തേരി താരീഖിനെ ജാനി ഹി നഹി, തുജ്മേ ഷോലെ ബി ഹേ, ബസ് 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 അഷ്ക് ഫഷാനി ഹി നഹി. അടുത്തത് തൂ, തൂ ഹക്കീക്കത്ത് ബി ഹേ, നീ ആരാണ്? ഹക്കീക്കത്ത് ബി ഹേ, നീ എന്താണ്? ഒരു യാഥാർത്ഥ്യവുമാണ്. നീ ആരാണ്? ഒരു യാഥാർത്ഥ്യവുമാണ്. ദിൽചസ്പ് കഹാനി ഹി നഹി, ദിൽചസ്പ്, ദിൽചസ്പ് പറഞ്ഞാണ് നീ ആരുമാണ്? നീ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു എന്താണ്? സാമൂഹികമായിട്ട് നിനക്ക് നേരെ ഒരു അസ്തിത്വമുണ്ട്, ഹക്കീക്കത്തുണ്ട്. നീ എന്താണ്? ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാതല്ല ഒരു മനോഹരമായ ഒരു കഥ. കഥയുടെ പ്രത്യേകത എന്താണ്? കഥയുടെ പ്രത്യേകത എന്താണ്? കഹാനി മാത്രമല്ല, നീ മനോഹരമായ ഒരു കഥ മാത്രമല്ല, പിന്നെ എന്തുമാണ്? ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. സമൂഹത്തിൽ നിനക്ക് എന്തുണ്ട്? ഒരു സ്ഥാനം ഉണ്ട്. അത് നീ ആദ്യം ചെയ്യണം, മനസ്സിലാക്കണം. നീ കഥകളില്, നീ നല്ല മനോഹരമായ കഥകളില് നിനക്ക് എന്ത് ചെയ്യാം? പ്രണയ കഥകള് അല്ലെങ്കിൽ കവിതകളില് ഒക്കെ ഉള്ള ഒരു കഥാപാത്രമായിട്ടല്ല നിനക്ക് വരാൻ സാധിക്കുക. നീ ആരുമാണ് അത് മനസ്സിലാക്കണം. നീ ആരാണ്? ഹക്കീക്കത്ത് ബി ഹേ, നീ ഒരു ആരാണ്? നീ ഒരു യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൽ നിന്റെ അസ്തിത്വം എന്താണ്? ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാതെ എന്തുമാത്രമല്ല, ദിൽചസ്പി കഹാനിഹി നഹി, മനോഹരമായ ഒരു കഥ മാത്രമല്ല നീ, മറിച്ച് ആരുമാണ് നീ? ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. നിനക്ക് സമൂഹത്തിൽ എന്തുണ്ട്? ഒരു അസ്തിത്വമുണ്ട്. പിന്നെ അപ്പൊ മുൻകാലങ്ങളിലൊക്കെ എന്തായിരുന്നു? കാമുകിയായിട്ട് മാത്രം അവതരിപ്പിച്ച് അവരെന്ത് ചെയ്യുന്നതാണ്? ഒരു മാറ്റി നിർത്തപ്പെടുന്നത്. ഇപ്പൊ ഇത് പുതിയ പുതിയ റോളുകൾ അവർക്ക് എന്ത് ചെയ്തു? കൊടുക്കാൻ സമൂഹം ചെയ്തു കൊടുക്കാൻ തുടങ്ങി.
തെരി ഹസ്തി ബി ഹേ, തെരി അസ്ഥി ബി ഹേ. ഇവിടെ അസ്ഥി എന്താണ് അറിയോ? അസ്ഥി എന്ന് പറയുന്നത് അസ്തിത്വം ട്ടോ. അസ്ഥി എന്ന് പറഞ്ഞാല് അസ്തിത്വം ട്ടോ, മറന്നു പോകരുത്. ഇവിടെ ജീവിതമല്ല. തെരി അസ്ഥി ബി ഹേ, നിനക്ക് എന്തുണ്ട്? ഒരു അസ്തിത്വവും ഉണ്ട്. തെരി അസ്ഥി ബി ഹേ. ഏക്ക് 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 പറഞ്ഞാൽ വെറും എന്നർത്ഥം. അവിടെ ഏക്ക് വെറും ഒള്ളിയുടെ അർത്ഥമാണ്. ഏക്ക് ചീസ് ചീസ്. ജവാനി ഹി നഹി, ജവാനി നമ്മൾ പഠിച്ചില്ലേ? ജവാനി സൗന്ദര്യം അല്ലേ? ജവാനി ഹി നഹി യുവത്വം. അപ്പൊ തു ഹക്കീക്കത്തി ബി ഹേ, നീ ഒരു യാഥാർത്ഥ്യവുമാണ്. അത് നീ ആദ്യം മനസ്സിലാക്കണം. എന്തു മാത്രമല്ല, ദിൽചസ്പി കഹാനി ഹി നഹി, മനോഹരമായ ഒരു കഥ മാത്രമല്ല, നീ എന്താണ്? ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. പിന്നെ തെരി അസ്തി ബി ഹേ, തെരി അസ്തി ബി ഹേ, നിനക്ക് എന്തുണ്ട്? ഒരു അസ്തിത്വവും ഉണ്ട്. പിന്നെ ഏക്ക് ചീസ് പറഞ്ഞ അത് മാത്രമല്ല, ഏത്? ജവാനിഹിനി, യുവത്വം എന്ന് ജവാനിഹിനി എന്ന് പറഞ്ഞ യുവത്വം മാത്രം എന്നുള്ള ഒന്ന് മാത്രമല്ല. ഇവിടെ ചീസിന് വല്ല കാര്യമായിട്ട് അർത്ഥമല്ല, പക്ഷെ ഇതൊരു പ്രയോഗത്തിൽ കൊണ്ടുവരലുണ്ട്. ഏക്കിന്റെ അർത്ഥം ഇവിടെ സിറക്കുന്നാണ്. വെറും ഒരു യുവത്വം എന്നുള്ളത് മാത്രമല്ല നിനക്കുള്ളത്, മറിച്ച് നിനക്കുന്നുണ്ട് ഒരു അസ്തിത്വം അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് മാത്രമല്ല അനക്കുള്ളത്. പിന്നെ അനക്കുന്നുണ്ട് സൗന്ദര്യത്തിന് പുറമെ അനക്ക് തന്റേതായിട്ടുള്ള ഒരു അസ്തിത്വം കൂടി ഉണ്ട്. അത് നീ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അക്സർ ഷബാനി പറഞ്ഞത്, പിന്നെ അവിടെ പറഞ്ഞപ്പോ എന്തെങ്കിലും നിറല്ല അല്ലെങ്കിൽ എന്തെല്ലാം സൗന്ദര്യം ഇല്ല. ആ സൗന്ദര്യത്തിന് പുറമെ എന്തുണ്ട്? ഒരു അസ്തിത്വം. സമൂഹത്തിൽ എന്തുണ്ട്? അവർക്ക് എന്തുണ്ട്? ഒരു അസ്തിത്വം കൂടി ഉണ്ട്. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? തു ഹഖീഖത്ത് ബി ഹേ ദിൽചസ്പ് കഹാനി ഹി നഹി, നീ എന്താണ്? ഒരു യാഥാർത്ഥ്യവുമാണ്, അല്ലാതെ വെറും മനോഹരമായ ഒരു കഥ മാത്രമല്ല. നീ ഒരു അസ്തിത്വവുമാണ്. വെറും എന്തല്ല? യുവത്വം മാത്രമല്ല, സൗന്ദര്യം മാത്രമല്ല നിനക്കുള്ളത്. വെറും സൗന്ദര്യം മാത്രമല്ല നിനക്കുള്ളത്, മറിച്ച് എന്താണ്? നീ ഒരു അസ്തിത്വം നിനക്ക് ഉണ്ട്. അതുകൊണ്ട് കവി പറയാണ്, അപ്പിനി അവസാനത്തെ വരിയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ. അപ്പിനി അപ്പിനി താരീഖ് കാ ഉന്മാൻ. ഉന്മാൻ എന്ന് പറഞ്ഞാണ് ഉന്മാൻ. ബദൽനാഹി ശീർഷകം അല്ലേ? ബദൽനാഹി തുജേ, ബദൽനാഹി തുജേ. ഉട്ട് മെരി ജാൻ. ഉട്ട് എന്താണ്? ഉട്ട് മെരി ജാൻ. ഇത് ടൈപ്പ് ട്ടോ. ഉട്ട് മെരി ജാൻ മേരെ സാത്ത് ഹി ചൽനാ ഹി തുജേ. അപ്നി താരീഖ് കാ ഉൻവാൻ ബദൽനാ ഹി തുജേ, തന്റെ ചരിത്രത്തിന്റെ ശീർഷകം, തന്റെ ഇത്രയും കാലം താരീഖ് ചരിത്രം നിനക്ക് കൽപ്പിച്ചു പോകുന്ന ഒരു ശീർഷകമുണ്ട്. ഒരു കാമുകി അല്ലെങ്കിൽ ഒരു പ്രണയിനി അല്ലെങ്കിൽ എന്താണ്? ഒരു സൗന്ദര്യത്തിന് നിറകൂടം എന്നുള്ള ആ ഒരു ഇമേജ് നിനക്ക് എന്ത് ചെയ്യണോ? ചരിത്രം കാലങ്ങളായിട്ട് നിനക്ക് കൽപ്പിച്ചു പോകുന്ന ആ ശീർഷകല്ലേ, ആ ശീർഷകം നിനക്ക് എന്ത് ചെയ്യണം? ബദൽനാ ഹി തുജേ, നിനക്ക് മാറ്റേണ്ടതുണ്ട്. ഉഡ് മെരി ജാൻ മേരെ സാത്ത് ചൽനാ തുജേ. ഉഡ് എനിക്ക്, മെരി ജാൻ എന്റെ പ്രിയതമേ, മേരെ സാത്ത് ചൽനാ തുജേ, എന്റെ ഒപ്പം നീ നനക്കണം. എന്റെ മുമ്പിലും അല്ല എന്റെ ബാക്കിലും അല്ല. കാരണം നിനക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിനക്കും എന്താവുന്നതാണ്? ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നീ എന്റെ ബാക്കിലും അല്ല, ഞാൻ നിന്റെ മുമ്പിലും അല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. അതായത് സ്ത്രീയും പുരുഷനും എന്ത് ചെയ്യാണ്? ഒരുമിച്ചിട്ടാണ് പോകേണ്ടത്. ഈ വിപ്ലവമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ വിപ്ലവത്തിന്റെ തീപ്പൊരിയാണ് എന്ത് ചെയ്തത്? ഫസ്റ്റ് വരിയിൽ ഇത് തിളങ്ങിയിരുന്നത്. മനസ്സിലായോ? അപ്പോ അപ്നി താരീഖ്, തന്നെ ചരിത്രത്തിന്റെ ശീർഷകം മാറ്റേണ്ടതുണ്ട്. തുജേ, നിനക്ക് നിന്റെ ചരിത്രത്തിന്റെ ശീർഷകം ഹെഡ്ലൈൻ എന്ത് ചെയ്യണം? മാറ്റേണ്ടതുണ്ട്. ഉഡ് മെരി ജാൻ മേരെ സാത്ത് ഹി ചൽനാ ഹി തുജേ. അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ കരുതിയത് ഒരു 4 വരി കൊണ്ട് ഇനി പോകണം കരുതിയിരുന്നത്, പക്ഷെ എനിക്ക് പോകാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോ പിന്നെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഇതിന്റെ നോട്ട് തയ്യാറാക്കിയിട്ട് പിന്നെ കാണിക്കണം. അപ്പൊ നല്ല പിന്നെ എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുകയും വേണം. ഓക്കെ, അസ്സലാം.